ഈ കോടാനും കോടി ആളുകളെ മറച്ചു വിട്ട് ഈ പറയുന്ന പ്രപഞ്ചം കംപ്ലീറ്റ് ഉണ്ടായിരിക്കാൻ വളർച്ചായ നമ്മൾ പറയുന്ന 5 നമസ്കാരത്തിന് ഒരു ആവശ്യമില്ല. ആദ്യം നിന്റെ മനസ്സ് നന്നാക്കണം, ഷഹാദ. 2, നിന്റെ ആരോഗ്യവും മനസ്സ് നന്നാക്കണം, നിസ്കാരം. 3, നിന്റെ സമ്പത്തിനെ നന്നാക്കണം, സക്കാത്ത്. നീ നിന്റെ ആരോഗ്യത്തെ വീട് ശ്രദ്ധിക്കണം, നോമ്പ്. മറ്റുള്ളവരെ കൂടെ നീ വർക്ക് ചെയ്യണം. ഇനി ഫിസിക്കൽ ബോഡിയെ റിലാക്സ് ആക്കി അടിപൊളിയായി. പക്ഷെ അവസാനം സലാം വിളിച്ചിട്ടുണ്ടല്ലോ, സലാം വിട്ടെന്നെ കഴിഞ്ഞു. കറക്റ്റ് സലാം വിട്ടേണ്ടത് ബാക്കിലുള്ള ആളുകളെ കാണുന്ന രീതിയിലേക്ക് തരഞ്ഞിരിക്കണം. അത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന വിഭാഗത്തിലെ ഏറ്റവും ഹെഡായിട്ടൊരു സയന്റിസ്റ്റ് നിസ്കാരം കണ്ട സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. നിസ്കാരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര എക്സസൈസ് ആണ്. ശരീരത്തിന്റെ എല്ലാ മസിലും എല്ലാ ന്യൂറോണുകളും വലിച്ചു വിടുന്ന എക്സസൈസ് ആണ് ആക്ച്വലി നിസ്കാരം. ഏത് ഒന്ന് മാത്രം മിസ്സായിട്ടുണ്ട് പറയാം. ആ സമയത്താണ് പുള്ളിക്കാരൻ കാണുന്നത് ഒരാൾ സലാം വീഴുന്നത്. അത് ഫുള്ളായിരുന്നത്, അത് ഫുള്ളായി, അതോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചെയ്യുന്ന അസ്തർപ്രഭാണ്. ഇത് ഈ ചെയ്ത കാര്യത്തിൽ പ്രത്യേകിച്ച് കൊടുക്കണം. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, ബാക്കി നിങ്ങൾ പഠിക്കാം. ഈ മെന്റൽ നമ്മുടെ സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? എന്റെ അറിവിന്റെ പരമാവധി ഞാൻ പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ കാരണമായിട്ടാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം വരെ സംഭവിക്കാൻ കാരണമാകും, അല്ലെങ്കിൽ രോഗം ഉണ്ടാകാൻ കാരണം തന്നെ ടെൻഷന്, ഡിപ്രഷന്, സ്ട്രെസ്. ഒരാൾക്ക് സ്ട്രെസ് വരുന്നപ്പോഴാണ് ശരിക്കും ആലോചിക്കണം. നിങ്ങൾക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരന് നിങ്ങൾക്കൊരു പ്രശ്നം മുമ്പിലുണ്ട്, ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രശ്നം ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ക്ലിയറല്ല? നമുക്കൊരു പ്രശ്നമുണ്ട്, അതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, സ്റ്റക്കായിട്ട് നിൽക്കാം. ഇത് ആരോട് പറയണമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പടച്ചോന് 5 നേരം വിളിക്കുന്നുണ്ട്. പോലെ വാ, ഒരു 5 മിനിറ്റ് എന്നെ വന്നതിന് പോകണം, ഒരു 5 മിനിറ്റ് എന്നോട് സംസാരിച്ച് പോകണം. അതൊക്കെ പറയുന്നത് ഇത്ര 5 മിനിറ്റ് നിർത്തിയിട്ട് തരാം, ഒരു 5 മിനിറ്റ് പോയാൽ ആർക്ക് വേണ്ടി? പടച്ചോനക്ക് വേണ്ടി നിർത്തിക്കുന്ന ആളാണ്. ഞാൻ പറയട്ടെ, നമുക്കൊരു ജോലിക്ക് ഇന്റർവ്യൂവിൽ പോകുന്ന, നമ്മളൊരു ജോലിക്ക് ഇന്റർവ്യൂവിൽ പോകണം. നമുക്ക് ആ ഇന്റർവ്യൂ കിട്ടുമോ ഇല്ല, ഭയങ്കരമായിട്ട് സംശയം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ആ ജോലി കിട്ടാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കും. അതിനൊരു പരിശ്രമം എന്താണ്? ആ ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്നത്. അല്ലെ? എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? പുള്ളിക്കാരൻ പരിചയമാണെങ്കിലും ഉണ്ടോ? പുള്ളിക്കാരൻ പറയാൻ പറ്റും അല്ലേ? ആ പുള്ളിക്കാരനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് മുകളിലുള്ള അള്ളാഹു എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പോവാ. ഇവിടെ ഈ എന്റെ പോവാന്ന് പറയുന്നത് നിങ്ങൾ സംശയം ഉണ്ടാവും. ഈ നമ്മുടെ കേരളത്തില് കോമണായിട്ട് പ്രാർത്ഥന നമ്മുടെ ഈ പറയുന്ന കാര്യം പ്രാർത്ഥിച്ചില്ലല്ലോ. അതിന് മനസ്സിലാക്കേണ്ടത് ഇയാൾക്ക് മുസ്തഖീമായ വഴിയിലോട്ട് എന്നെ തീർക്കണമെന്നാണ്. അതായത് ആ ഇന്റർവ്യൂ അത് മുസ്തഖീമായ വഴി അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ആ ഇന്റർവ്യൂ, ആ ജോലി എനിക്ക് മുസ്തഖീമായ വഴിയാണ് എന്നെ തീർക്കണേ. അത് എന്തായാലും അതാണ് ആ പ്രാർത്ഥന. ആ പാർട്ടിയെ ചെല്ലിട്ട് അത് പ്രാർത്ഥിച്ച് ആ പാർട്ടിയെ ചെല്ലുന്ന സമയത്ത് എതിർത്തുള്ള മുസ്തഖി എന്ന് പറയുമ്പോൾ അവന് മൈൻഡ് അതാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിയണം. ആ പറയുന്ന ഇന്റർവ്യൂ കിട്ടിയിട്ട് എനിക്ക് ജോലി കിട്ടിയാൽ എന്താകും എന്ന് അറിയുന്ന ഒരു വ്യക്തിയാണ് തീരുമാനം എടുക്കുന്നത്. കഴിയില്ല. നാം രാവിലെ എഴുന്നേൽക്കും. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആളുകളുണ്ട്, ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകള് ഒരാളോട് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. രാവിലെ എഴുന്നേറ്റ് സുബിസ്കരിച്ചു കഴിഞ്ഞു. സുബിസ്കാരത്തില് അവന് ഫ്രണ്ടിൽ നിന്നൊരു ആഗ്രഹമുണ്ട്, ഇന്നത്തെ ജോലി കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി തീർക്കണം. സ്വാഭാവികമായിട്ട് ഇതിൽ മുസ്തഖീല് അത് ആലോചിക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞു
നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന ഉണ്ട്. നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന കൂട്ടപ്രാർത്ഥന നമുക്ക് താല്പര്യമില്ല, നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. നമ്മുടെ കാര്യങ്ങൾ പടച്ചവരോട് പറയാം. സുബി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഉദാഹരണമാണ്. ഞാൻ അത്ര നിസ്കാരം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞതാണ് പ്രാർത്ഥന. ഒരിക്കലും പറയുന്നില്ല പ്രാർത്ഥന അല്ല. പിന്നെ ഞാൻ പറയുന്നത് പ്രാർത്ഥന കഴിഞ്ഞു. ആക്ച്വലി നിസ്കാരം എന്ന് പറഞ്ഞ പ്രാർത്ഥന, നിസ്കാരത്തെ കംപ്ലീറ്റ് അവസാനത്തെ അത്തയ്യാത്തില് അവസാനത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നതും മുമ്പുള്ളതും വരാനുള്ളതും എല്ലാ കാര്യങ്ങളും നല്ലതാക്കണേ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പറഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞു. ഈ പ്രാർത്ഥന ഒന്നുമില്ല, എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് എന്താണ് പ്രാർത്ഥനയോട് പറയാനുള്ളത്. പക്ഷേ ഞാനൊരു പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, നിസ്കാരത്തിന്റെ ആളുകളുടെ കാര്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് പോയിന്റിൽ എന്റെ മൈൻഡിലേക്ക് എത്തിക്കണം. ഞാൻ പറയുന്ന വാക്കുകൾ ആളുകൾക്ക് സ്വീകരിക്കണം. അത് അവരെ സ്വീകരിച്ചതിന് ശേഷം അത് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കുന്നതിന്റെ ഒരു അംശം കൂടി എന്റെ അമ്മയിലോട് ചേർക്കണം. പ്രാർത്ഥന മൈൻഡ് കഴിഞ്ഞില്ല. ഞാൻ സംസാരിച്ചു, ഇത് നല്ലതൊക്കെ സംസാരിച്ചു, പ്രശ്നമൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ വായിച്ചു. പിന്നെ സംസാരിച്ചിട്ടുണ്ട്. നീ എന്നോട് നിന്റെ തൊണ്ടനാട്ടിക്ക് എടുത്ത് ഞാൻ ഉണ്ടെന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലേക്ക് പോകും. കാരണം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് സുബി കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ ശേഷം ഞാൻ പറയാണ്, ഞാൻ ജോലിക്ക് പോവാണ്, ഞാൻ നേരത്തെ അവിടെ എത്തിക്കണം, ബുദ്ധിമുട്ട് ഉണ്ടാകരുത്, ഈ പറഞ്ഞ രീതിയിലേക്ക് വർക്ക് നിർത്തിക്കണം. അത് കഴിഞ്ഞു ബോർഡ് കഴിഞ്ഞാലും അവന്റെ അടുത്ത ലക്ഷ്യത്താണ് അടുത്ത റോഡിൽ തീർക്കാണ്ടായിരിക്കും. തരണം, ബുദ്ധിമുട്ടിക്കരുത്. മൈൻഡ് കഴിഞ്ഞു, എന്റെ കുടുംബത്തോട് കൂടെ സന്തോഷത്തോട് ജീവിക്കണം. ക്യാഷ് കഴിഞ്ഞു, എനിക്ക് സുഖകരമായ ഉറപ്പ് വേണം, ചോദിക്കാം. അതായത് ഒരു ദിവസത്തില് നിസ്കാരത്തിന് പ്രത്യേകത ഉണ്ട്. 5 വക്ത് നിസ്കാരമാണ് ദിവസം പറഞ്ഞുള്ളത്. ഈ 5 വക്ത് നിസ്കാരം ഒരു സമയത്തല്ല പറഞ്ഞത്, 5 സമയം. അതായത് നീ എഴുന്നേറ്റ് ഉടനെ എന്നോട് സംസാരത്തിന് തുടങ്ങിക്കോ സുബരി. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് നീ ഈ പറയുന്ന ലോകം, ഈ പറയുന്ന നിന്റെ വിലോകം എന്ന് പറയുന്നത് സുഖസൗകര്യങ്ങളാൽ സൗഹൃദമായതാണ്. നീ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. നീ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നീ പോകുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നേക്കണേ. അതിനെ വിളിക്കാം, ബാങ്ക് വിളിച്ചു പോവാം, നിസ്കരിക്കാം, പറയേണ്ട കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത്ര സമയമായി. അപ്പോഴും പറയാണ്, മൈൻഡി നിങ്ങളുടെ ക്ഷീണം പിടിക്കാൻ സാധ്യത തന്നെ ഈ വൈകിട്ട് വന്നേക്കണം. അത് കഴിഞ്ഞു പിന്നെ അടുത്തേക്ക് വൈകിട്ട് ക്ഷീണം വന്ന് പിശാചിന് കാര്യമാണെന്ന് സാധ്യത ഉള്ളതുകൊണ്ട് അവസരം കഴിഞ്ഞ് 2 മണിക്കൂർ മൈൻഡ് അവിടെ 1.5 മണിക്കൂർ ക്യാഷ. ഇത് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ അമിതമായിട്ട് പഠിച്ചിരിക്കരുത്. പെട്ടെന്ന് ഓർമ്മ വൈകിട്ടാണ് രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ളതാണ്. ഇതും കഴിഞ്ഞ ശേഷം വേറെ കാര്യം പറഞ്ഞു. സുബഹി കഴിഞ്ഞ് ളുഹറിന്റെ ഇടയിൽ ഒരുപാട് സമയം കേട്ടോ. അതുകൊണ്ട് ളുഹാന്ന് പറഞ്ഞ നിസ്കാരങ്ങൾ ഞാൻ വെക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ആ സമയത്ത് കുറച്ച് സംസാരിച്ചു. ഇങ്ങനെ ഏറ്റെടുത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡിഫറൻസ് ഉണ്ടാവും. ഒരു കുട്ടി കത്തിക്ക് വേണ്ടിയിട്ട് കരയുന്ന സമയത്ത് ഉമ്മ കത്തി കൊടുക്കില്ല. കുട്ടിയുടെ ആഗ്രഹം എന്താ? ആ കത്തി കിട്ടിയാൽ ഞാൻ വിജയിക്കും, അങ്ങനായിരുന്നു. പക്ഷെ ആ ഉമ്മ കത്തി കൊടുക്കാത്തതിന് കാരണം എന്താ? കത്തി കിട്ടിയാൽ കുട്ടി പരാജയപ്പെട്ടു പോകണം. നാം ആഗ്രഹിക്കുന്നത് ലക്ഷ്യങ്ങളാണെങ്കിൽ പഠിച്ചാലും അറിയാം, ആ ലക്ഷ്യങ്ങൾ ഇവർക്ക് കിട്ടിയാൽ അവൻ പരാജയപ്പെടുന്നു. ആ ലക്ഷ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ വിജയിക്കും. ഇതായിരുന്നു പ്രശ്നം. അപ്പൊ ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കാം. കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു തീരുമാനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടെൻഷനില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നങ്ങളില്ല. അവിടെയാണ് നമസ്കാരത്തിന്റെയും ഇസ്ലാം കാര്യത്തിൽ രണ്ടാമതാണ്. ഇസ്ലാം കാര്യത്തിൽ രണ്ടാമതാണ് നിസ്കാരം. വീണ്ടും പറയുന്നത് ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത് നിസ്കാരം മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇഹലോകത്തിനുള്ള ഗൈഡ് ലൈനാണ് ഖുർആൻ. അതേ പ്രകാരം തന്നെ ഇഹലോകത്തിലുള്ള ഒരു നമ്മൾ പ്രൊജക്ട് വാങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ബുക്ക് കിട്ടൂലേ, പ്രൊജക്ട് എങ്ങനെ ഉപയോഗിക്കാം, എപ്പോഴും നടത്തുന്നത് ഈ ബുക്ക് ഇസ്ലാം കാര്യങ്ങളാണ്. ഇതിനെ പറ്റി പഠിച്ചു നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടാ? ആധികാരികമായിട്ട് അങ്ങനെയൊക്കെ എനിക്ക് പറയാറില്ല, ഒന്നും എനിക്കറിയില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു,
ഞാൻ ഇംപ്ലിമെന്റേഷൻ നോക്കി, എനിക്ക് എഫക്റ്റ് കിട്ടി, ഞാൻ ഷെയർ ചെയ്യുന്നുള്ളതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നമുക്ക് അറിയുന്ന ആളുകൾക്ക് ഞാൻ 100% പറയുന്നത് ഇത് ഒരാളും ശ്രദ്ധിക്കുന്നുണ്ടായിട്ടില്ല. അത് ബുദ്ധിമുട്ടില്ല, ശ്രദ്ധിക്കണം. ജീവിക്കണം. ഈ ഒട്ടി ചോദിക്കട്ടെ, പുസ്തകം ആർക്ക് വേണ്ടിയാണ്? പുസ്തകം ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. ഈ കോടാനുകോടി ആളുകളെ മറച്ചു വിട്ട് ഈ പറയുന്ന പ്രപഞ്ചം കംപ്ലീറ്റ് ഉണ്ടായിരിക്കാൻ പടച്ചായ നമ്മൾ പറയുന്ന 5 സംസ്കാരത്തിന് ഒരു ആവശ്യമില്ല. നിന്റെ ജീവിതം പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇതങ്ങനത്തെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്. ആദ്യം നിന്റെ മനസ്സ് നന്നാക്കണം, ഷഹാദ്. 2 നിന്റെ ആരോഗ്യവും മനസ്സ് നന്നാക്കണം, നിസ്കാരം. 3 നിന്റെ സമ്പത്തിനെ നന്നാക്കണം, സക്കാത്ത്. നീ നിന്റെ ആരോഗ്യത്തെ വീണ്ടും ശ്രദ്ധിക്കണം, നോമ്പ്. മറ്റുള്ളവരെ കൂടെ നീ വർക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇത്രയും കാര്യങ്ങള് ശ്രദ്ധിക്കാം. നമ്മുടെ വീട്ടിലുള്ളവരോടും നമ്മുടെ വേണ്ടപ്പെട്ടവരോടും ഈ കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞു കൊടുക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഇനി പറയുന്നത് നമ്മളിപ്പോ ഒന്ന് പോയി ആക്ഷൻ കേൾക്കാൻ മറന്നുപോകും, പക്ഷെ മൈൻഡിൽ പിന്നെയും വരും, സുഖിക്കുകയും മറന്നുപോകും. പക്ഷെ അത് വന്ന് ഞാൻ പറയുന്നത് ഒരാളുടെ സ്വഭാവം ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം 22 ദിവസം മുതൽ 250 ദിവസം വരെയാണ് ശാസ്ത്രമായിരുന്നത്. 22 ദിവസം മുതൽ 250 ദിവസം വരെ പ്രാക്ടീസ് ചെയ്താല് അത് അറിയാൻ നമ്മളിലേക്ക് വരുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യാം. ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും ആരോഗ്യമുള്ള കമ്മ്യൂണിറ്റിയിൽ മാറും. എല്ലാവരും പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.